വെൽക്കം ടു ജസ്റ്റിസ് ഫുഡ് ബുക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അറബിക് ഡിഷായ ചിക്കൻ മഷ്വിയാണ്. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ബേബി ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 600 ഗ്രാമിൻ്റെ ഫ്രഷ് ചിക്കനാണ്. പിന്നെ അതിലോട്ട് കൂസ 3 എണ്ണം, പൊട്ടാറ്റോ ഒരു വലുത്, ബ്രിഞ്ചൽ ചെറുത്, ക്യാപ്സിക്കം ഒരു ചെറുത്, വലിയൊരു ക്യാരറ്റ്, സവോള ഒരെണ്ണം വലുത്. ഇതെല്ലാം കൂടി ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി, എരിവുള്ള മുളക് 5 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചത്, എരിവില്ലാത്ത മുളക് ഒരു 5 എണ്ണം, ലെമൺ 3 എണ്ണം പിഴിഞ്ഞെടുത്തത്. ഇതിലോട്ട് വേണ്ട സ്പൈസസ്: മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മദ്രാസ് മസാല 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഡ്രൈ ലെമണിനുള്ളിലത്തെ ദശ മാത്രം എടുത്തത് 3 എണ്ണത്തിൻ്റെ, ഉണക്കമുളക് 5 എണ്ണം, ഉപ്പ് പാകത്തിന്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉണക്കമുളകും ഡ്രൈ ലെമണും ഒഴിച്ച് എല്ലാ സ്പൈസസും ചേർത്തിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അതിനോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വെജിറ്റബിൾസ് എല്ലാം നിരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് പച്ചമുളകും ക്യാപ്സിക്കും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ചിക്കൻ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനത്തോടെ തന്നെ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ്റെ സ്കിന്നും കളയില്ല, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ ബേക്കിംഗ് ട്രേ ചെറുതായ കാരണം ഞാൻ 2 എണ്ണം ഒന്നിലും 1 എണ്ണം സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അടുത്തതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെജിറ്റബിൾ എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. വലിയൊരു ട്രേ ആണെങ്കിൽ 3 ഒന്നിൽ തന്നെ വെക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഉണക്കമുളകും വെച്ച് കൊടുക്കാം. ഡ്രൈ ലെമൺ പൊടിച്ചതും അതും കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫോയിൽ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാം. 2 ഫോയിലും കൊണ്ട് കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് ചൂടായിട്ട് എയർ വരുമ്പോൾ പൊട്ടിപ്പോവും. അതിനുശേഷം ഓവണിൽ താഴെയും മേലെയും തീ ഓൺ ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് നോക്കാം. നമുക്ക് 4 സൈഡും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ട്, നല്ല ടൈറ്റായിട്ട് എയറായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുളകൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഇതിന് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് ഓവണിൽ അടിയിലത്തെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മേലത്തെ മാത്രം ഓണാക്കിയിട്ട് നമുക്കിനി ഇതൊരു 10 മിനിറ്റ് കൂടെ എടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്ത് വയ്ക്കാം. അടുത്തതുപോലെ എടുത്തിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സെയിം തന്നെ മറിച്ചിട്ട് കൊടുക്കണം. മേലത്തെ തീ മാത്രം ഓണാക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്ത മേലത്തെ കളർ നന്നായി ചുമന്നായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല അതിലത്തെ വെള്ളം നല്ല വെറ്റും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേലത്തെ തീ ഓണാക്കിയിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഒന്ന് നന്നായിട്ട് കളറൊക്കെ ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൈഡ് നന്നായിട്ട് കളറായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് വീണ്ടും 10 മിനിറ്റും കൂടെ നമുക്കതിന് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്വി എല്ലാം റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് കളറായിട്ടുണ്ട്. ചിക്കൻ ഗ്രേവി എല്ലാം നല്ല വെറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഹെൽത്തി ഫുഡാണ്, നല്ല ടേസ്റ്റുമാണ്. അതിന് വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.